തിരുവോണനാളിൻ്റെ പ്രഭാതത്തിൽ പാതാളത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കടന്നുവന്ന മാവേലി തമ്പുരാൻ തൻ്റെ പ്രജകളുടെ വീടുകളിലെ പൂക്കളങ്ങൾ കാണാൻ ഇറങ്ങിത്തിരിച്ചു. അത്തം മുതൽ ഉത്രാടം വരെ പ്രകൃതി തനിക്കായി ഒരുക്കിയ കൊച്ചു കൊച്ചു പൂക്കളുടെ സ്നേഹം കണ്ട തമ്പുരാന് തിരുവോണനാളിൽ പ്രജകൾ തനിക്ക് നൽകിയ രാജകീയ സ്വീകരണം കണ്ടു വിസ്മയം തോന്നി. പൂക്കളത്തിൽ സൂര്യനെ പോലെ തിളങ്ങുന്ന ജമന്തി പൂവിനോട് മഹാബലി തമ്പുരാൻ ചോദിച്ചു, മറ്റു പൂക്കളേക്കാൾ വലുപ്പത്തിലും ശോഭയിലും നീ നിൽക്കുന്നത് കണ്ടല്ലോ. എൻ്റെ വരവിൽ നീ എന്താണ് എനിക്ക് നൽകുന്നത്? ചെണ്ടുമല്ലിപ്പൂവ് പ്രണാമത്തോടെ പറഞ്ഞു, പ്രഭോ, അങ്ങയുടെ ഭരണകാലം ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പൊൻകാലമായിരുന്നു. അങ്ങയുടെ കിരീടത്തിൻ്റെ തിളക്കവും അങ്ങ് നൽകിയ സമൃദ്ധിയുടെ ശോഭയുമാണ് ഞങ്ങളുടെ ഈ മഞ്ഞയും ഓറഞ്ചും നിറങ്ങൾ. തിരുവോണനാളിൽ അങ്ങയെ സ്വീകരിക്കാൻ ഈ മണ്ണിൻ്റെ സമൃദ്ധിയുടെ പ്രതീകമായി ഞങ്ങൾ വിരിഞ്ഞു നിൽക്കുന്നു. ചെണ്ടുമല്ലിയുടെ ഈ സന്ദേശം കേട്ട് മഹാബലി തമ്പുരാൻ അത്യധികം പ്രസന്നനായി അനുഗ്രഹിച്ചു. എൻ്റെ വരവിൻ്റെ പുണ്യദിനമായ തിരുവോണത്തിൽ പ്രജകളുടെ വീടുകളിൽ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും പ്രതീകമായി നീ അവരുടെ പൂക്കളത്തിൻ്റെ മധ്യത്തിൽ രാജാവായി ശോഭിക്കും. അങ്ങനെയാണ് തിരുവോണനാളിൽ ചെണ്ടുമല്ലിപ്പൂവിന് പൂക്കളത്തിൽ അതിവിശിഷ്ട സ്ഥാനം ലഭിച്ചത്.